അപ്പം ഞാൻ എൻ്റെ ഫസ്റ്റ് ഒരു പോസ്റ്റർ അത് സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ മാധ്യമങ്ങളോട് വരുമ്പോൾ അത് അങ്ങനെ തന്നെ വരണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പം അത് പോസിറ്റീവായിട്ട് എടുത്ത ആൾക്കാരുണ്ട്, നെഗറ്റീവായിട്ട് എടുത്ത ആൾക്കാരുണ്ട്. പിന്നെ എൻ്റെ മനസ്സിലെ മഹാത്മാഗാന്ധി എന്താണോ ആ അത് തന്നെ ആയിരിക്കും ആ സിനിമയിലും വരുന്നത്. ആ ചരിത്രം അതേപോലെ തന്നെ ആയിരിക്കും വരുന്നത്. ഈ സിനിമ ചിന്തിച്ചപ്പം തന്നെ മമ്മൂക്കയാണ് നമ്മളൊക്കെ മനസ്സിൽ വന്നത്. ആ തലപ്പാവും ഇതെല്ലാം വെച്ചുകൊണ്ട് മമ്മൂക്ക നിൽക്കുന്നതാണ് നമ്മൾ സ്വപ്നം കണ്ടുകൊണ്ടിരുന്നത്. ആ സ്വപ്നമാണ് യാഥാർത്ഥ്യം. പക്ക കൊമേഴ്ഷ്യൽ പടമാണ് സിനിമ. ഇത് ഒരു 100 കോടി ബജറ്റിനുള്ളിൽ വരുന്ന ഒരു ചിത്രമായിരിക്കും. അപ്പോൾ ആ 100 കോടി ബജറ്റ് കളക്ട് ചെയ്യണമെങ്കിൽ എന്തായാലും ഒരു കൊമേഴ്ഷ്യൽ ചിത്രമായിരിക്കണം. സന്തോഷമായിട്ട് കാരണം വളരെ സന്തോഷമുണ്ട്. തിരക്കാന്നറിയാം. എന്നിട്ട് ഞാൻ പെട്ടെന്ന് ഓടിയാൻ വന്ന കാണാനായിട്ട് നമ്മുടെ സിനിമയുടെ കാര്യം സംസാരിക്കാൻ വേണ്ടിയാണ്. എങ്ങനെ പോകുന്നു പുതിയ ഷൂട്ടും കാര്യം. നമ്മുടെ മമ്മൂക്കയുടെ പടമാണെന്ന് പറഞ്ഞു. നമ്മുടെ മഹാത്മാ അങ്കാളി വെച്ച് എന്ന് പറഞ്ഞാൽ ആ ഒരു ക്യാരക്ടർ മമ്മൂക്കയാണ് ചെയ്യുന്നത് പറഞ്ഞു. കതിരവൻ എന്നുള്ള സിനിമയാണെന്ന് അറിഞ്ഞു. അപ്പോൾ സോഷ്യൽ മീഡിയ അത് ഏറ്റെടുത്തു. അപ്പം പെട്ടെന്ന് എനിക്ക് അരുണ വിളിച്ച് ഫ്രീ ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഓടി വന്നത്. എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ? മമ്മൂക്ക നായകനായിട്ട് വരുന്ന ഒരു ബ്രഹ്മാണ്ഡ ചിത്രമാണ്. ഇപ്പോൾ സ്ക്രിപ്റ്റ് വർക്ക് കഴിഞ്ഞു. ഇനി പ്രീ പ്രൊഡക്ഷനിലോട്ടുള്ള ഇതിലാണ് നിൽക്കുന്നത്. അതിന് മുന്നേ കുറച്ച് വർക്കുകളൊക്കെ ഉണ്ട്. അതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ഓഗസ്റ്റിലോട്ട് പടം ഷൂട്ട് തുടങ്ങും. ഓഗസ്റ്റ് നവംബറിലേക്ക് ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുള്ള രീതിയിൽ നിൽക്കുന്നത്. ഭയങ്കര വിവാദമാണ് ഇപ്പോൾ ഇതിൻ്റെ പോസ്റ്റർ. ഞാൻ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേര് ഷെയർ ചെയ്തു. കേരളത്തിലെ ഒത്തിരി ആളുകൾ, ഞാനും ഷെയർ ചെയ്തു. വില്ലുവണ്ടിയിൽ ഇങ്ങനെ മഹാത്മാഗാന്ധി വരുന്ന പോസ്റ്റർ, അത് മമ്മൂക്കയുടെ പോസ്റ്റർ നല്ല. അതെങ്ങനെയാണ് ആ പോസ്റ്റിലേക്ക് വന്നത്? അത് AI സ്കെച്ച് എന്ന് പറയുന്നത് സ്കെച്ച് ചെയ്തിട്ട് ചെയ്തേക്കുന്നതാണ്. അത് ഇപ്പം ചേട്ടൻ പറഞ്ഞുകൊണ്ട് തന്നെ നല്ല ആൾക്കാർ ജനങ്ങൾ അത് ഏറ്റെടുക്കുകയൊക്കെ ചെയ്തിരുന്നു. മമ്മൂക്കയുടെ ഒരു ക്യാരക്ടർ സ്കെച്ച് പോലെ ചെയ്തിട്ടാണ് ചെയ്തേക്കുന്നത്. വില്ലുവണ്ടി, അതായത് മഹാത്മാഗാന്ധിയുടെ ജീവിതയാത്രയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇതാണ് വില്ലുവണ്ടി സമരം. ആ ഒരു നമ്മുടെ ആ സിനിമയ്ക്കകത്ത് തന്നെ 3 അയ്യങ്കാളിയുടെ ആ ഒരു പീക്ക് ടൈം, അതായത് 30 വയസ്സ് തൊട്ട് ഒരു 35-40 വയസ്സിനുള്ളിൽ നടക്കുന്ന ഒരു 4-5 ഇൻസിഡൻസ് ആണ് നമ്മുടെ സിനിമയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന സിനിമയുടെ. അതിനകത്തൊരു മെയിൻ ആണ്. അതായത് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ വില്ലുവണ്ടി സമരം എന്താണെന്ന് അതിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ സിനിമ തുടങ്ങുന്നത് തന്നെ. നമ്മളെ ജനങ്ങളിലേക്ക് ആ സിനിമ എത്തുമ്പം വില്ലുവണ്ടി സമരം എന്താണെന്ന് അറിയണം. ആദ്യം തന്നെ എന്താണെന്ന് അയ്യങ്കാളി അറിയണം. അയ്യങ്കാളിയുടെ എന്താണെന്ന് ആ ഒരു പോരാട്ടം എന്താണെന്ന് അറിയണം. അതിനാണ് ഫസ്റ്റ് തന്നെ നമ്മൾ ആ ക്യാരക്ടർ പോസ്റ്റർ ഇറക്കിയത്. അതായത് ആ വില്ലുവണ്ടി സമരത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ആ ക്യാരക്ടർ പോസ്റ്റർ ഇറക്കിയത്. അത് ജനങ്ങൾ ഏറ്റെടുക്കുകയും അപ്പം പിന്നെ ചില വിവാദമായതിൻ്റെ കാര്യം അത് വിവാദമായ ഒരാളേ ഉള്ളൂ. അത് ഞാൻ പിന്നെ പല ചാനലുകളിലും പറഞ്ഞതുകൊണ്ട് പറയുന്നില്ല. അറിയാം. അപ്പം വീണ്ടും അത് പറയുന്നില്ല. പക്ഷെ കൂടുതലും അത് ജനശ്രദ്ധ ആ ഒരു പോസ്റ്ററിന് നേടിയെടുത്തു. അതായത് സിനിമയ്ക്ക് സിനിമയായിട്ടുള്ള ഒരു ക്വാളിറ്റി വേണമല്ലോ. അപ്പം നമ്മൾ ആ പോസ്റ്റർ ഇറക്കിയപ്പോഴത്തേക്കും അതിനകത്ത് വന്നേക്കുന്ന കുറച്ച് വിമർശനങ്ങൾ, വില്ലുവണ്ടി അതിന് വാളില്ല, വനിത കാണുന്നല്ല, അങ്ങനെ കുറെ ഇതുണ്ട്. പക്ഷെ നമ്മൾ ആ ഒരു എന്താണ് മഹാത്മാഗാന്ധി എന്താണെന്നാണ് നമ്മളെ പോസ്റ്ററിലൂടെ കാണിച്ചിരുന്നത്. അതായത് ഒരു പോരാളിയാണ്. എൻ്റെ മനസ്സിൽ പുള്ളി ഒരു ആക്ഷൻ ഹീറോയാണ്. കാരണം മറ്റുള്ള ഏതൊരാളെ എടുത്താലും പുള്ളി ഒരു ആക്ഷൻ ഹീറോ തന്നെയാണ്. അപ്പം ഞാൻ എൻ്റെ ഫസ്റ്റ് ഒരു പോസ്റ്റർ അത് സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ മാധ്യമങ്ങളോട് വരുമ്പോൾ അത് അങ്ങനെ തന്നെ വരണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പം അത് പോസിറ്റീവായിട്ട് എടുത്ത ആൾക്കാരുണ്ട്, നെഗറ്റീവായിട്ട് എടുത്ത ആൾക്കാരുണ്ട്. എൻ്റെ മനസ്സിലെ മഹാത്മാഗാന്ധി എന്താണോ അത് തന്നെ ആയിരിക്കും ആ സിനിമയിലും വരുന്നത്. ആ ചരിത്രം അതേപോലെ തന്നെ ആയിരിക്കും വരുന്നത്. വളച്ചൊടിക്കുക എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിലെ 1-2 ആൾക്കാരും മാത്രമേ അത് വളച്ചൊടിക്കുക എന്ന് പറയുന്നുള്ളൂ. അല്ല, ചരിത്രം അതേപോലെ തന്നെയാണ് സിനിമ ആക്കുന്നത്. പിന്നെ അതായത് സിനിമാറ്റിക് രീതി അതിനകത്ത് വരുന്നുണ്ട്. അത് വന്നേ പറ്റുള്ളൂ. കാരണം അത് എന്നാലേ ജനങ്ങൾ അത് കണ്ടിരിക്കുള്ളൂ. ഡോക്ടർ BR അംബേദ്കർ പോലുള്ള മഹത് വ്യക്തികളെ വേഷങ്ങൾ ചെയ്ത ഒരാളാണ് നമ്മുടെ മമ്മൂക്ക. അതുപോലെ തന്നെ ഒരുപാട്
ചരിത്ര സിനിമകൾ നമ്മുടെ പഴശ്ശിരാജ പോലെയുള്ള ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്തു. പക്ഷേ അതിലുപരി മഹാത്മാ അയ്യങ്കാളി വേഷം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, വ്യത്യസ്തമായ അല്ലെങ്കിൽ ഒരു പോരാളിയും കൂടാണ്. അപ്പം ഈ ഒരു വേഷവിധാനത്തിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു പോസ്റ്റ് വന്നപ്പോൾ നമ്മൾ ഒരു കാഴ്ചപ്പാട് എങ്ങനെയാണ് അരുൺ ഇതിലേക്ക് എത്തിയത്? അരുണിൻ്റെ ചിന്ത എങ്ങനെയാണ് നമുക്ക് വേണമെന്നുള്ള ഒരു രീതിയിലേക്ക് വന്നത്? ഈ സിനിമ ഞാൻ പ്ലാൻ ചെയ്തപ്പം തന്നെ എൻ്റെ മനസ്സിൽ മമ്മൂക്ക തന്നെയാണ്. മമ്മൂക്ക എന്ന് പറഞ്ഞൊരു മഹാനടനെ വെച്ചിട്ട് ആ സിനിമ ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. ചേട്ടൻ ചോദിച്ചിട്ട് തന്നെ മമ്മൂക്ക അംബേദ്കർ, BR അംബേദ്കർ എന്ന് പറഞ്ഞിട്ടുണ്ട്, പഴശ്ശിരാജ, ഒത്തിരി മാമാങ്കം പോലുള്ള ഒത്തിരി നമുക്ക് പറയാൻ പറ്റാത്ത ഒത്തിരി വേഷങ്ങൾ പുള്ളി ചെയ്തിട്ടുണ്ട്. അതിനെക്കാട്ടിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറാണ് നമ്മുടെ മഹാത്മാ അയ്യങ്കാളി എന്ന് പറയുന്നത്. കാരണം വേഷപ്പകർച്ചയിലാണെങ്കിലും എന്തൊരു കാര്യത്തിനാണ്, ആക്ഷൻ ആണെങ്കിലും എല്ലാം ഒരു വേറിട്ട ഒരു ഇതായിരിക്കും. കാരണം മഹാത്മാ അയ്യങ്കാളിയുടെ സിനിമ, മഹാത്മാ അയ്യങ്കാളി എന്ന് പറഞ്ഞ ആ ക്യാരക്ടർ തന്നെ വേറൊരു രീതിയിലായിരിക്കും. അപ്പം അത് മമ്മൂക്കയെ കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. അത് പുള്ളിയുടെ ആ ഒരു ശരീരഭാഷകളാണെങ്കിലും അഭിനയത്തിലാണെങ്കിലും അത് മമ്മൂക്കയെ കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ഞാൻ ആദ്യം തന്നെ അത് തീരുമാനിച്ചതാണ്. പിന്നെ അത് എങ്ങനെ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാത്മാ അയ്യങ്കാളിയുടെ രൂപവും ഇതെല്ലാം നമ്മളൊരു ക്യാരക്ടർ സ്കെച്ചിലൂടെ വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ഉടൻ തന്നെ അത് പുറത്ത് വിടുന്നതായിരിക്കും. അത് വിട്ട് കഴിഞ്ഞാൽ മാത്രമേ അത് മമ്മൂക്കയുടെ രൂപവുമായിട്ട് എങ്ങനെയാണെന്നത് നമുക്ക് ജനങ്ങളിൽ എത്തിക്കാൻ പറ്റുള്ളൂ. എന്തായാലും മഹാത്മാ അയ്യങ്കാളി എങ്ങനെയാണോ അതേപോലെ തന്നെ ആയിരിക്കും മമ്മൂക്കയെ നമ്മൾ സ്ക്രീനിൽ കാണാൻ പോകുന്നത്. മഹാത്മാ അയ്യങ്കാളിയുടെ സിനിമകൾ എന്ന് പറഞ്ഞാൽ ആ ഒരു ചരിത്രം പറയുന്ന സിനിമകൾ പല കഥാപാത്രങ്ങൾ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അതെല്ലാം ഒരു സാധാരണ രീതിയിലാണ്. അപ്പം ഈ സിനിമയെ സംബന്ധിച്ച് ഇതിനകത്ത് ആക്ഷനുണ്ട്. കാരണം മഹാത്മാ അയ്യങ്കാളി എന്ന് പറയുമ്പോൾ നമ്മളൊരു പോരാളി എന്നാണ്. മഹാത്മാ അയ്യങ്കാളിയുടെ സിനിമ നിരവധി സിനിമകൾ ഇവിടെ വന്നിട്ടുണ്ട്, ഡോക്യുമെൻ്ററി ഒക്കെ വന്നിട്ടുണ്ട്, പല ഇതുണ്ട്. നമ്മുടെ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ഷൻ സിനിമയാണ്. 5 ആക്ഷനും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നമ്പർ 1 ആക്ഷൻ റിയാഷാണ് നമ്മുടെ ആക്ഷൻ ചെയ്യുന്നത്. അപ്പം ഒരു 5 ആക്ഷൻ ഉൾക്കൊള്ളിച്ച് ഒരു ആക്ഷൻ സിനിമ തന്നെയാണ് മഹാത്മാ അയ്യങ്കാളി. കാരണം അതായത് പോരാട്ടങ്ങളുടെ നേതാവാണ് അയ്യങ്കാളി. അപ്പം നമ്മൾ അങ്ങനെ തന്നെ കാണിച്ചാലേ അത് ആൾക്കാർക്ക് ജനങ്ങളിൽ എത്തത്തുള്ളൂ. തീർച്ചയായിട്ടും അത് ഒരു ആക്ഷൻ സിനിമ തന്നെയായിരിക്കും. ജനങ്ങൾ ഏറ്റെടുക്കുന്ന ഒരു സിനിമ തന്നെയായിരിക്കും. പക്ക കൊമേഴ്ഷ്യൽ പടമാണ് സിനിമ. ഇത് ഒരു 100 കോടി ബജറ്റിനുള്ളിൽ വരുന്ന ഒരു ചിത്രമായിരിക്കും. അപ്പോൾ ആ 100 കോടി ബജറ്റ് കളക്ട് ചെയ്യണമെങ്കിൽ എന്തായാലും ഒരു കൊമേഴ്ഷ്യൽ ചിത്രമായിരിക്കണം. അപ്പം അല്ലെങ്കിൽ അത്രയും ഫണ്ട് നമുക്ക് ഇറക്കാൻ പറ്റില്ല. ഇതൊരു അവാർഡ് പടമാണെങ്കിൽ നമുക്ക് അത്രയും ബജറ്റ് വരുന്നില്ല. ഇതൊരു കൊമേഴ്ഷ്യൽ, അതായത് ഇവിടുത്തെ സാധാ ജനങ്ങളും യുവാക്കളും എല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു സിനിമയായിരിക്കണമെന്ന് എൻ്റെ ഒരു ആഗ്രഹം. ഇതൊരു കൊമേഴ്ഷ്യൽ ചിത്രം തന്നെയാണ്. ഇത് കളർഫുൾ ചിത്രം. ഒരു അവാർഡും മൂഡും ഒക്കെ മാറി. കാരണം പലരും സോഷ്യൽ മീഡിയ ചോദിക്കുന്നുണ്ട് ഒരു അവാർഡ് പടമാണ് എന്ന്. പക്ഷേ അവാർഡ് പടമല്ല, ഇതൊരു കൊമേഴ്ഷ്യൽ ചിത്രം തന്നെയാണ്. ആക്ഷനും അതിന് വേണ്ട സിനിമയ്ക്ക് വേണ്ട എല്ലാ ചേരുവകളും ഉൾക്കൊള്ളിച്ച് തന്നെ മഹാത്മാ അയ്യങ്കാളി ചെയ്യാൻ പോകുന്നത്. ഇനി സ്ക്രിപ്റ്റ് എഴുതിയേക്കുന്നത് പ്രദീപ് താമരക്കുളം എന്ന് പറഞ്ഞ ചേട്ടനാണ്. ആദ്യം തന്നെ ഞാൻ ആ കഥ കേട്ടപ്പം തന്നെ, അല്ലെങ്കിൽ ഈ സിനിമ ചിന്തിച്ചപ്പം തന്നെ മമ്മൂക്കയാണ് നമ്മളൊക്കെ മനസ്സിൽ വന്നത്. ആ തലപ്പാവും ഇതെല്ലാം വെച്ചുകൊണ്ട് മമ്മൂക്ക നിൽക്കുന്നതാണ് നമ്മൾ സ്വപ്നം കണ്ടുകൊണ്ടിരുന്നത്. ആ സ്വപ്നമാണ് യാഥാർത്ഥ്യം. പിന്നെ തമിഴിന്നും ഉണ്ട്, ഹിന്ദിന്നും ഉണ്ട്. എല്ലാം പ്രമുഖ താരങ്ങൾ തന്നെയാണ്. ഇതിനകത്ത് കാസ്റ്റ് ചെയ്തത്. അതുകൊണ്ടാണ് അവൻ ആദ്യം തന്നെ ആ ബജറ്റ് റിവീൽ ചെയ്തത്. 100 കോടി ബജറ്റ് ആവുമെന്ന് പറഞ്ഞത് ഉള്ളിൽ നിൽക്കുമെന്ന് പറയുന്നത് തന്നെ അതുകൊണ്ടാണ്. അത്രയ്ക്കും ഒരു ക്യാൻവാസിലാണ് പടം ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും വലിയ ആർട്ടിസ്റ്റുകളാണ് സെലക്ട് ചെയ്തിട്ടേക്കുന്ന. നല്ല ആർട്ടിസ്റ്റുകളാണ്. നമുക്കത് ഇപ്പം അത് ഒരു ഓപ്പൺ വേദിയിൽ പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഉടൻ തന്നെ അത് പറയും. ഉടൻ തന്നെ അത് ഞങ്ങൾ ഇടും. ഇപ്പോൾ അതിൻ്റെ പ്രാരംഭ ചർച്ചകളും സ്ക്രിപ്റ്റ് വർക്കും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരുന്നത്. അതെല്ലാം പൂർത്തീകരിച്ചു. ഇപ്പം ഓഗസ്റ്റിൽ അതിൻ്റെ ആരംഭിക്കാനുള്ള രീതിയിലാണ്. ഓഗസ്റ്റ് ഒക്ടോബറിനൊക്കെ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു പരിപാടിയിലാണ് നിൽക്കുന്നത്. നമുക്കെല്ലാം അനുകൂലമായിട്ടാണെങ്കിൽ ആ ഒരു സമയത്ത് നമ്മൾ തുടങ്ങാനുള്ള ഒരു രീതിയിലാണ് നിൽക്കുന്നത്. പിന്നെ റിലീസ് അടുത്ത വർഷം ഓണത്തിന് ഔട്ടം ദിനത്തിലാണ് നമ്മൾ റിലീസ് ചെയ്യുന്നത്. അരുണ, നമ്മുടെ ഫസ്റ്റ് സിനിമ ഒരുപാട് ആളുകൾ ഏറ്റെടുത്തു. ഞാനും ആ സിനിമ കണ്ടു. അപ്പം ഒരുപാട് പ്രേക്ഷകർ ഇപ്പം നമ്മുടെ ഈ കതിരവൻ്റെ പോസ്റ്റ് ആയിക്കോട്ടെ, അത് എല്ലാം ഏറ്റെടുത്ത് സോഷ്യൽ മീഡിയ ഭയങ്കര കറങ്ങുമായിട്ടിരിക്കുകയാണ്. ഈ സിനിമ കാണാൻ വേണ്ടി നമ്മുടെ ആളുകൾ, അല്ലെ കേരളത്തിലെ മുഴുവൻ പ്രേക്ഷകർ
ഒരുപോലെ നിൽക്കുകയാണ്. അത് നമുക്ക് പറയാതെ തന്നെ എല്ലാവർക്കും അറിയാവുന്നതാണ്. പിന്നെ അത് വീണ്ടും നമുക്ക് പറയണം. സോഷ്യൽ മീഡിയയിൽ സ്മിത്തേട്ടനൊക്കെ ആണെങ്കിൽ നമ്മുടെ രാഹുവും പകലും ഒക്കെ ഇവിടെ ചേട്ടനൊക്കെ ആണെങ്കിലും എല്ലാവരും സോഷ്യൽ മീഡിയയിൽ ജനങ്ങളും എല്ലാവരും ഏറ്റെടുത്ത ഒരു സംഭവമാണ്. എന്നെ ഏറ്റെടുത്ത് എന്റെ സിനിമയെ ഏറ്റെടുത്തതാണ്. പിന്നെ ഇപ്പോഴത്തെ സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കാട്ടിലും കൂടുതൽ അത് വേറൊരു തലത്തിൽ സപ്പോർട്ടാണ്. വേറൊരു തലത്തിലാണ്. അന്ന് വേറൊരു രീതിയിലായിരുന്നെങ്കിൽ ഇന്ന് നമ്മളെ വേറൊരു തലത്തിലാണ് സപ്പോർട്ട് ചെയ്യുന്നത്. എനിക്കിപ്പം മെന്റലി എനിക്ക് സപ്പോർട്ട് തരുന്ന ഒരു ഇതുണ്ട്, ഒരു ശക്തിയുണ്ട്. ആ ശക്തി നമ്മുടെ കൂടെ ഉള്ളപ്പം നമുക്കൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ശക്തിയുള്ള എന്ന് വരെ ഉണ്ടോ ആ ശക്തി, അന്ന് വരെ നമുക്ക് എന്ന് എനർജി ആയിരിക്കും. അരുണെ, ഇത്ര തിരക്കിനിടയിലും നമ്മുടെ സുഹൃബന്ധം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. എന്നിട്ടും ഈ മമ്മൂക്കയുടെ പടം വെച്ച് കഴിഞ്ഞാൽ അത്ര തിരക്കാന്ന് എനിക്കറിയാം. ഓടി വന്നു, നമ്മുടെ ഈ ചെറിയ ഇന്റർവ്യൂവിൽ പങ്കെടുത്തു. എനിക്ക് വളരെ സന്തോഷമുണ്ട്. അതായത് ഇത് ഇപ്പം സുഹൃത്തിയായിട്ട് എൻ്റെ യാത്രയിലൊരു പാർട്ടാണ്, അറിയാമല്ലോ. അവൻ കൂടുതലൊന്നും പറയണ്ട. ഫസ്റ്റ് പാടം നമ്മൾ ഒന്നിച്ചിരുന്ന് കണ്ടത്, ശ്യാമേട്ടനെ എല്ലാവരോടും ഒന്നിച്ചിരുന്നത്, നമ്മുടെ എല്ലാവരോടും ഒന്നിച്ചിരുന്നാണ് തിയേറ്ററിൽ. അത് ഇവിടെ തന്നെ ഹരിപ്പാട് തന്നെയായിരുന്നു കണ്ടത്. ഹരിപ്പാട് ഫസ്റ്റ് ഷോ കണ്ടത്. അപ്പോൾ വീണ്ടും ഈ ഒരു കൂടിക്കാഴ്ച ഒരു സുഹൃത്ത് ബന്ധത്തിന്റെ കൂടിക്കാഴ്ച തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇന്റർവ്യൂ അല്ല. അപ്പോൾ എനിക്കൊരു സുഹൃത്ത് ബന്ധത്തിന്റെ കൂടിക്കാഴ്ചയായിട്ടാണ് തോന്നുന്നത്. അപ്പം അടുത്ത പടവും എല്ലാവരും ഒന്നിച്ച് നമുക്കിന്ന് ഇത് വിജയിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ഇത്. അപ്പോൾ ഈ ഒരു കൂട്ടായ്മയെ തന്നെ വിജയിപ്പിക്കുക, അത് തന്നെയാണ് എൻ്റെ ആഗ്രഹം. പിന്നെ എന്താ, സന്തോഷം, വലിയ സന്തോഷം. അപ്പോൾ ഇതെല്ലാവരെയും കണ്ടതിൽ വലിയ സന്തോഷം. വീണ്ടും കാണാം. ഉയരങ്ങളിലെത്തട്ടെ, അടിപൊളിയായിട്ട് പോകട്ടെ. ഇനി ഒരുപാട് സിനിമകൾ മലയാള പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നുണ്ട്. തമിഴ്, തെലുങ്ക് എല്ലാം പോട്ടമുണ്ട്. ഇനി അടുത്ത മമ്മക്ക് കഴിഞ്ഞ് മോഹൻലാൽ വേണം, ജയറാം വേണം, സുരേഷ് ഗോപി വേണം, രജനീകാന്ത് വരണം. ഇതൊക്കെ എല്ലാവരും വരണം. അതുകൊണ്ടാണ് അടിപൊളിയായിട്ട് വരണം.